കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? കല്യാണം കഴിപ്പിച്ച് അയക്കാനല്ല വൈദേഹി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. പക്ഷെ നമ്മുടെ മോൻ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചത് അവളെയാ, വൈദേഹിയെ. ഇഷ്ടപ്പെട്ട പെൺകുട്ടി കൺമുമ്പിൽ തന്നെ ഉള്ളപ്പോ അവളെ മറക്കാൻ അവനെ എങ്ങനെ കഴിയും? അതുകൊണ്ടല്ലേ ശ്രേയൻ അവനിങ്ങനെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് വൈദേഹിനി ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ ദേവന്റെ ജീവിതം തകർന്ന് തരിപ്പണാകും. വീടിന്റെ അന്തസ്സ് തന്നെ തകരും. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. വൈദേഹിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക ദാസേട്ടാ. ദാസേട്ടന് തന്ന വാക്ക് നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും കൂടുതൽ ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് വൈദേഹിനി ഇവിടെ വേണ്ട. അരുതമ്മേ. അജയ, ഇവിടെ നടക്കുന്നതൊന്നും നിനക്ക് അറിയാത്തോണ്ടാ? എനിക്കെല്ലാം അറിയാം അമ്മേ. അമ്മ അറിയുന്നതിനേക്കാളും മുമ്പ് തന്നെ പിരിയാൻ പറ്റാത്ത അത്രയും അവരടുത്തു പോയി അമ്മേ. അവരുടേത് വളരെ പവിത്രമായ പ്രണയമാണ്. എന്ന് കരുതി അവരെ കല്യാണം കഴിപ്പിക്കണമെന്നാണോ? അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് വേറൊരു പെൺകുട്ടിയാണെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞതാ. പേര് പറയാന്ന് പറഞ്ഞപ്പോ അവന് ഞാനാ വിലക്കിയത്. അന്നേ ആ പേരറിഞ്ഞാ മതിയായിരുന്നു. എങ്കിൽ വൈദേഹി വീടിന്റെ പടി പോലും ചവിട്ടില്ലായിരുന്നു. ഇപ്പോഴും അധികം വൈകിട്ടൊന്നുമില്ല. സത്യത്തിൽ വൈദേഹി ഇവിടെ വന്നില്ലായിരുന്നെങ്കില് ഭാര്യയോടൊത്ത് അവൻ സന്തോഷായിട്ട് ജീവിച്ചേനെ. ഒരിക്കലും ഇല്ലമ്മേ. അമ്മേ, വൈദേഹി നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവനൊരു ഭ്രാന്തനായി പോയെന്ന്. വൈദേഹി എന്നേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായതാണെന്നറിയോ? ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ അജയേട്ടാ. ഞാൻ കാരണം ഇനിയൊരു തെറ്റുകൂടി സംഭവിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം. ഇനി ഒരിക്കലും ദേവേട്ടന്റെ മുന്നിൽ വരില്ല. ഇപ്പൊ നീ ഇവിടെ നിന്ന് പോയാ അവനൊരു ഭ്രാന്തനായി പോവും വൈദേഹി. കുറച്ച് നാളുകൂടി ഇവിടെ നിൽക്ക്. അവനോട് സംസാരിക്കേ. അവന് നിന്നോടുള്ള പ്രണയം നീയായിട്ട് തന്നെ കുറപ്പിക്കണം. നിന്നെക്കുറിച്ചുള്ള ചിന്ത പോലും അവനുണ്ടാവരുത്. നിങ്ങളുടെ പ്രണയം ഒരു സ്നേഹമായിട്ട് മാറ്റിയെടുക്കാൻ നോക്കണം. അത് മാത്രമേ ഉള്ളൂ പരിഹാരം. നമ്മുടെ കുടുംബത്തിനൊരു പേരുദോഷം ഉണ്ടാവരുതെന്ന് നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതൽ വൈദേഹിക്കുണ്ട്. അവൾ അത്രയ്ക്കൊരു സ്വാർത്ഥമതിയൊന്നും അല്ല അമ്മേ. ദേവനെ അവളോടൊപ്പം അവൾ എങ്ങും കൊണ്ടുപോകില്ല. അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നന്മ മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. നിന്നോട്ടമ്മേ. ഞാനാ വൈദേഹി.
എന്താന്നറിയില്ല, ഒറ്റയ്ക്ക് നീ ഇവിടെ പേടിച്ചിരിക്കാന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. നീ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എനിക്കവിടെ എങ്ങനെ മനസ്സമാനത്തോട് ഉറങ്ങാൻ പറ്റും? അതാ ഞാനിങ്ങോട്ട് പോന്നേ. ഞാൻ ഈ കാണുന്നത് സത്യമാണോ? വൈദേഹിയും ദേവനും തമ്മിൽ എന്താ ബന്ധം? ദേവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? വൈദേഹി എങ്ങനെ ഇങ്ങനൊരു അവിഹിതത്തിന്? സ്വന്തം ഭാര്യയുടെ ചേച്ചിയായിട്ട് ഇയാള് സ്വന്തം അനിയത്തിയെ വൈദേഹി ചതിക്കുമായിരുന്നു. ഇത് പുറത്തെറിഞ്ഞ രണ്ടു കുടുംബത്തിനും പേരുദോഷമാവുമല്ലോ ഈശ്വര. എങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്കാം? ശരിക്കും എനിക്ക് പേടിയായിരുന്നു. കണ്ണടച്ചാലും തുറന്നാലും അതേ ചിന്തകൾ. സംഭവിച്ചതല്ല, കൺമുന്നിൽ തെളിഞ്ഞു വരും ദേവേട്ട. പിന്നെന്തിനാ ഇത്രയും പേടിയുള്ളവള് അങ്ങനെ ഒരു സാഹസം കാണിക്കാൻ ഇറങ്ങി തിരിച്ച്? ദേവേട്ടന് എത്തുന്നുള്ള ധൈര്യമായിരുന്നിരിക്കാം. അപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? വന്നില്ലേ ദേവേട്ട? ആപത്തിൽ പെട്ടപ്പോ എന്നെ രക്ഷിക്കാനും വന്നു. ഇപ്പൊ ഞാൻ പേടിച്ചിരുന്നപ്പോഴും വന്നില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ദേവേട്ടന് അറിയാൻ പറ്റുന്നുണ്ടല്ലേ? എല്ലാം എനിക്കറിയാൻ പറ്റും, പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ഒഴിച്ച്. എനിക്കും ദേവേട്ടന്റെ ആ ഒരു ചിന്ത മാത്രം മനസ്സിലാവുന്നില്ല. എന്ത് ചിന്തിച്ചോണ്ടാ എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്രേയനെ അടിച്ചേ? എന്ത് ചിന്തിച്ചോണ്ടാ എല്ലാവരുടെ മുന്നിൽ എന്നോട് അത്രയേറെ കരുതൽ കാണിച്ചത് ദേവേട്ട? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ല. എന്റെ മനസ്സിൽ എപ്പോഴും നീയുള്ളപ്പോ അതൊക്കെ ഞാൻ അറിയാതെ ചെയ്തു പോകുന്നതാ. ഞാൻ എന്താ ചെയ്യുന്നെന്നോ ആരെന്ത് ചിന്തിക്കുമെന്നോ ഒന്നും ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ആലോചിക്കാതെ പുറത്തു വരുന്നതല്ലേ യഥാർത്ഥത്തിലുള്ള സ്നേഹം. എന്ത് പറ്റി? എപ്പോഴും എന്റെ ദേവേട്ടനൊപ്പം ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഇപ്പൊ എന്റെ മനസ്സ് കൊതിച്ചു പോവാ ദേവേട്ട. സത്യമായിട്ടും? എന്നാ നമുക്ക് ഒളിച്ചോടി പോയാലോ? അതെന്തിനാ? എന്തിനാ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞേ? ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാന്ന് പറഞ്ഞില്ലേ? അത് പെട്ടെന്നെന്തോ ആ സമയത്ത് തോന്നിപ്പോയതാ. ഇപ്പൊ അത് കഴിഞ്ഞു പോയില്ലേ ദേവേട്ട? വല്ലാതെ കൊതിപ്പിച്ചിട്ട് അടുത്ത നിമിഷം നീ അത് തകർത്ത് കളയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞോണ്ടാ ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഇവിടുന്ന് പോണം. അങ്ങനെ പോയാൽ എങ്ങനെയാ? ഇനി ഹോമം നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രേയ വല്ല ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയ പിന്നെ എന്റെ അരികിൽ ആരാ വന്നിരിക്കുക? ഇനി അവൾ എങ്ങോട്ടും പോവില്ല. പോയാ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാറ്. അയ്യോ, വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. പോയി കിടക്കാൻ നോക്ക്.
നിനക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ ചുമ്മാ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊരു സന്തോഷം കിട്ടിയത്. പോയി കിടന്നുറങ്ങുന്നുണ്ടോ ദേവേട്ട? പിന്നെ നിനക്ക് പേടിയെങ്ങാനും തോന്നിയാലോ? അപ്പൊ അത് ദേവേട്ടന് മനസ്സിലാവും. അപ്പണീറ്റ് വന്നോളൂ. ഇപ്പൊ തന്നെ കൊറേ നേരമായില്ല ഇവിടെ നിൽക്കുന്നു. പോയി ഇവിടുന്ന്. അതല്ല വൈദേഹി, ഞാൻ പോ ദേവേട്ട. അല്ല, പറയട്ടെ. പോയി അല്ല, ഇവിടുന്ന്. അങ്ങനെയല്ല വൈദേഹി. വൈദേഹി, ഞാൻ കുറച്ചു നേരം കൂടെ. ഒരു ക്ഷണം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ദേവേട്ടന്റെ ആ കൈകൾക്കുള്ളിൽ കഴിയാനാ എനിക്കിഷ്ടം. ദൈവം എന്റെ തലയിൽ എഴുത്തൊന്ന് മാറ്റി എഴുതിയിരുന്നെങ്കിൽ. പക്ഷെ ഇനി അതുണ്ടാവില്ല. എന്തൊരു ഇടിയായിരുന്നു അവൻ. ഇതിനല്ലേ ആരാ എന്താന്നറിയാതെ ആരുടെ മെക്കിട്ട് കയറില്ലെന്ന് പറയുന്നേ. ഹലോ, ഞാനാ ഊർമിള. അറിയാം, പറഞ്ഞോ. എന്താ കാര്യം മാഡം? എന്തു പറ്റി? മോങ്ങുന്നല്ലോ. എന്തൊക്കെയോ പറ്റി. കാര്യം എന്താണെന്ന് പറയും. നേരം വെളുക്കുമ്പോ സോങ് റിലീസ് ആവുമല്ലോ അല്ലേ? അതിനി എന്നോട് ചോദിക്കരുത്. ആ കാര്യം ഞാൻ ചിന്തിക്കുക പോലുമില്ല. എന്താ പറ്റിയത്? എന്താ റിലീസ് ചെയ്യാത്തത്? ചെയ്ത എന്നെ കൊന്നു കളയും മാഡം. നിങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്ത സോങ്ങിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിവിടെ മാത്രമല്ല ഈ ലോകത്തൊരിടത്തും അത് റിലീസ് ചെയ്യാൻ പാടില്ല. അഥവാ അതെങ്ങാനും പുറത്തു വന്നാ നിന്റെ ഈ പരട്ടത്തലവൻ ഇവിടെ കാണില്ല. ഡാൻസ് കളിച്ചവളാണോ അവന്റെ കാമുകി, അതോ ഇങ്ങോട്ട് വന്നവളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ ഇടിച്ച് നിരപ്പാക്കി. അയാളോട് പോരാടാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഈ സോങ് റിലീസ് ചെയ്യുന്നില്ല. ചെയ്യും. എന്ത് തന്നെ സംഭവിച്ചാലും ഈ സോങ് റിലീസ് ചെയ്തിരിക്കണം. അതിന് നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. മേഡം തരുന്ന കാശിനെക്കാളും എന്റെ ജീവൻ എനിക്ക് വിലയുണ്ട് മേഡം. ആ സോങ് ഞാൻ ഡിലറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇപ്പൊ അവരത് ചെയ്തിട്ടുണ്ടാവും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ വിളിക്കല്ലേ. എന്തിനാ എനിക്ക് ഫോൺ ചെയ്യുന്നേ? വെച്ചേക്ക്. ഹലോ, അതെ. ഷിറ്റ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് പ്ലാൻ ചെയ്തിട്ട് നീ ആ സോങ് അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയോ? എങ്ങനെയെങ്കിലും ആ സോങ് റിലീസ് ചെയ്തേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോ.
വരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? വന്നോളൂ. അല്ലാന്നുണ്ടെങ്കി ഇത്രയും നാളെ ഞാൻ പെട്ട പാടൊക്കെ വെള്ളത്തിലാവും വരണേ. ശ്രേയയോട് ഞാൻ നല്ലവളായി അഭിനയിച്ച് അവളെ വിശ്വസിപ്പിച്ച് ഷൂട്ടിങ്ങിന് അയക്കാനായിട്ട് എന്തൊക്കെ പാടുപെടേണ്ടി വന്നെന്നോ എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നതാ. എന്നിട്ട് ഇന്ന് ആ സോങ് റിലീസ് ചെയ്യേണ്ട സമയമായപ്പോ ദൈവം ചെന്നവനെ തല്ലി ചതച്ചിരിക്കുന്നു. റിലീസ് ചെയ്യാൻ അവനിപ്പോ വല്ലാത്ത പേടിയാന്നാ പറഞ്ഞത്. ഏതിനും കാരണം ആ വൈദേഹി തന്നെയാ. കഴിഞ്ഞ ജന്മത്തിൽ ഈ വൈദേഹി നമ്മുടെ കഥയിൽ വില്ലത്തിയായിരുന്നു. ഈ ജന്മത്തിലും എല്ലാറ്റിനും ഇടങ്കോലിടാനായിട്ട് അവളുണ്ട്. ആദ്യം ആ തടസ്സമാണ് തുടച്ചു നീക്കേണ്ടത്. ശ്രേയനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാ പിന്നെ വൈദേഹിക്കും ഇവിടെ ഒരു സീനും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാ ശ്രേയയെ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ നടന്നില്ല. പ്രൊഡ്യൂസർ റിലീസ് ചെയ്തില്ലെങ്കിൽ എന്താ, ആ സോങ് നമുക്കും റിലീസ് ചെയ്യാലോ. നിന്റെ മോൻ ചെയ്തത് കൊച്ചു കാര്യമല്ല ദശരഥ രാമവർമ്മേ. നിന്റെ ജന്മസ്വപ്നമായിരുന്ന അക്ഷയപാത്രം എന്ന സേവന കർമ്മം അവൻ തുടങ്ങാൻ പോവുക. നീ തന്നെ അത് ചെയ്യണമെന്നായിരുന്നു നിന്റെ ആഗ്രഹവും. പക്ഷെ ഇന്ന് നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിലും അതിന് സാക്ഷിയായിട്ടെങ്കിലും നീ കൂടെ ഉണ്ടാവണം. 24 മണിക്കൂറിന് ശേഷം നിനക്ക് ബോധം തെളിയുമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടത്രേ. ഇന്ന് കൊട്ടാരം വീട്ടിൽ ഞാൻ തുടങ്ങി വയ്ക്കുന്ന ഈ ഹോമം നാളെ നിന്റെ മകനും മരുമകളും പൂർണ്ണാഹൂതി സമർപ്പിക്കുന്നതോടെ പരിപൂർണമാകും. അതിനോടകം തന്നെ നീയും എഴുന്നേറ്റ് വരണം ദശരഥ രാമവർമ്മേ. ഒരു ക്ഷണനേരത്തേക്കെങ്കിലും നീ ആ ഹോമത്തിനടുത്തിരിക്കണം. അത് നടക്കൂ ഗുരുക്കളെ എന്ന് തന്നെയാ ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇത്രയും മികച്ചൊരു കാര്യം നടക്കുമ്പോ